ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പ് അന്വേഷണം അട്ടിമറി. ഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നതാണ് യൂത്ത് കോൺഗ്രസ് നിലപാടെന്ന് യുവജനക്ഷേമകാര്യമന്ത്രി ഒ.ജെ. ജനീഷ്. ആഭ്യന്തര വിജിലൻസ് അന്വേഷണം കള്ളനെ താക്കോലേൽപ്പിക്കുന്നത് പോലെയാണ്. മേലുദ്യോഗസ്ഥനോട് നിലവിലെ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട അവസ്ഥയാണ്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടും. ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് സർക്കാർ നേരിട്ട് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. നിയമസാധ്യതകളും പരിശോധിക്കും. ക്യാബിനറ്റിൽ കൂടി ഇക്കാര്യങ്ങൾ താൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം അട്ടിമറിച്ച് ആ അന്വേഷണം പോലും പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിന് പോലും തയ്യാറാകാതെ മറ്റൊരു അന്വേഷണത്തിലേക്ക് PSC ചെയർമാനും ഉൾപ്പെടെയുള്ള സംവിധാനം കടന്നു പോകുമ്പോൾ ഇവർ ആരെയാണ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഈ സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ CPM നിയോഗിച്ച ആളുകളാണ് PSCയുടെ ചെയർമാനും PSCയുടെ മെമ്പർമാരുമായിട്ടിരിക്കുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ. എത്ര ലക്ഷം രൂപയാണ് ഇവർക്ക് പൊതുഖജനാവിൽ നിന്ന് ശമ്പളവും ആനുകൂല്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയധികം പണം പൊതുഖജനാവിൽ നിന്ന് കൈപ്പറ്റി ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്ന് ഇമാതിരി തെമ്മാടിത്തരം വീണ്ടും വീണ്ടും ഈ PSCയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ കേരളീയ പൊതുസമൂഹത്തിന് അതിനെ എങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി സാധിക്കും? ആസൂത്രണ ബോർഡിൽ മാത്രമല്ല വിവിധ വകുപ്പുകളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാർ മാറിയ കാര്യം PSC ഓർക്കണമെന്നും ജനീഷ് പറഞ്ഞു. നീറ്റ് പരീക്ഷയിൽ പോലും പ്രതിഷേധം നടത്തുന്ന DYFIക്കാരെ ഇപ്പോൾ കാണാനില്ലെന്നും മന്ത്രി പരിഹസിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം ഇനി നിങ്ങളുടെ സ്വന്തം സീമാസിൽ. തൃശൂർ, അങ്കമാലി ഷോറൂമുകൾ ഇന്നു തന്നെ സന്ദർശിക്കൂ.